നമസ്കാരം. ഡ്രാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇതൊന്നും കണ്ടു വെക്കാൻ കഴിയൂല കേട്ടോ. ആബ്സല്യൂട്ട് സിനിമ. ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യയുടേതല്ലാത്തൊരു മത്സരം ഇത്ര ടെൻഷൻ അടിച്ച് കണ്ടിട്ടില്ല. റാഫ് ടോക്കിൻ്റെ സ്റ്റുഡിയോ ഒക്കെ ആബ്സല്യൂട്ട്ലി നിശ്ചലമായി പോയി. എല്ലാവരും ടി വിക്ക് മുന്നിൽ, ഒരു വർക്കും നടക്കുന്നില്ല. എഡിറ്റ് ചെയ്യുന്ന ആളും ഷൂട്ട് ചെയ്യുന്ന ആളും പ്രസൻറ്റ് ചെയ്യുന്ന ആളൊക്കെ ടി വിക്ക് മുമ്പിൽ കുറേ നേരമായിട്ട്. വല്ലാത്ത വല്ലാത്ത ത്രില്ലർ പോരാട്ടം, ത്രില്ലറുകളുടെ രാജാവായ പോരാട്ടം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ഞാൻ അനുഭവിച്ച ത്രില്ല് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വല്ലാത്തൊരു കളി എന്നേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. അഫ്ഗാൻ്റെ ഇന്നിങ്സിൻ്റെ അവസാന ഓവറിൻ്റെ തുടക്കത്തിൽ ഔട്ടായി, അവർ ഓൾ ഔട്ടായതാണ്, പക്ഷേ നോ ബോളായി. റബാദ നോ ബോൾ എറിഞ്ഞു, കളി വീണ്ടും ഓണായി. കളി അവസാനം വീണ്ടും ഒരു നോ ബോൾ കൂടി എറിയുന്നുണ്ട് റബാദ. അവസാനം 3 പന്തിൽ 2 റൺസ് വേണം. അങ്ങനെ നിൽക്കെ ഡബിൾ ഓടി മുജീബ് റണ്ണൗട്ടായി. കളി എന്തായി? ടൈ ആയി. സൂപ്പർ ഓവർ. ആ ചെങ്ങായിക്ക് അവിടെ ഡൈവ് ചെയ്ത് റണ്ണ് കംപ്ലീറ്റ് ചെയ്ത് കളി അവിടെ തീർന്നേനെ. കളി വീണ്ടും സൂപ്പർ ഓവർ. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ അടിക്കുന്നത് 17 റൺസ്. സൗത്ത് ആഫ്രിക്ക മറുപടി ബാറ്റിങ്ങിൽ അവസാന പന്തിൽ 6 അടിച്ചാൽ സമനിലയാക്കാം. 6 അടിച്ചു, സമനില. എഗെയിൻ സൂപ്പർ ഓവർ. പക്ഷേ ഇത്തവണ സൂപ്പർ ഓവറിൽ സൗത്ത് ആഫ്രിക്ക കണ്ടറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. ആ പൊട്ടിക്കൽ അവർക്ക് 23 റൺസാണ് സമ്മാനിച്ചത്. അത് ഡേവിഡ് മില്ലർ 4 പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 16 റൺസ്. അങ്ങനെ അവർ 23 റൺസ് അടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മറുഭാഗത്ത് ഗുർബാസും ഒമർസായും ഒക്കെ ബാറ്റ് ചെയ്യാൻ വരുന്നതാണ്. മുഹമ്മദ് നബി ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു. ആദ്യ പന്ത് അദ്ദേഹം ഡോട്ട് ബോളാക്കി, രണ്ടാമത്തെ പന്ത് അദ്ദേഹം ഔട്ടായി. ഇനി 4 പന്തുകളിൽ 4 6 അടിച്ചാൽ ജയിക്കാം അഫ്ഗാനിസ്ഥാൻ. റഹ്മാനുള്ള ഗുർബാസ് വന്ന് ആദ്യ പന്ത് 6, രണ്ടാമത്തെ പന്ത് 6, മൂന്നാമത്തെ പന്ത് 6, നാലാമത്തെ എന്ന് പറഞ്ഞാൽ അവസാന പന്തിൽ ഇനി 6 അടിക്കണം, എന്നാലേ ജയിക്കുള്ളൂ. 4 അടിച്ചിട്ടും കാര്യമില്ല, വൈഡ്. എന്തൊരു കളിയാണെന്നേ. പക്ഷേ ആ ബോൾ വീണ്ടും എറിഞ്ഞപ്പോൾ അദ്ദേഹം ഔട്ടായിപ്പോയി. അങ്ങനെ സൂപ്പർ ഓവറിൽ 19 റൺസാണ് അവരടിച്ചത്. രണ്ടാമത്തെ സൂപ്പർ ഓവറിൽ അങ്ങനെ പരാജയപ്പെട്ടു. രണ്ടാം സൂപ്പർ ഓവറിൽ 4 റൺസിൻ്റെ വിജയത്തോടു കൂടി സൗത്ത് ആഫ്രിക്ക കളി ജയിച്ചു പോയി. ഇങ്ങനെ ഒരു കളി സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. ഏതായാലും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക അവരുടെ ഇന്നിങ്സിൽ അടിച്ചിരുന്നത് 187 റൺസ്, 6 വിക്കറ്റിന്. അവർക്ക് വേണ്ടി ക്വിൻ്റൻ ഡി കോക്ക് 41 പന്തിൽ 51 റൺസ് അടിച്ചപ്പോൾ റിയാൻ റിക്കിൾട്ടൺ വല്ലാത്തൊരു പൊട്ടിക്കലാണ് പൊട്ടിച്ചത്. 28 പന്തുകൾ 5 4 4 6 അടക്കം 61 റൺസ്. ഡേവിഡ് ബ്രവിസ് 19 പന്തിൽ 23, ഡേവിഡ് മില്ലർ 15 പന്തിൽ 20 റൺസ് അടിച്ചു. മാർക്കോ യെൻസൺ 7 പന്തിൽ 16 റൺസ്. അങ്ങനെ 187-ന് 6. അസ്മുത്തുള്ള ഒമർസായി 4 ഓവറിൽ 41 റൺസിന് 3 വിക്കറ്റ് എടുത്തിരുന്നു. റാഷിദ് ഖാൻ 4 ഓവറിൽ 28 റൺസിന് 2 വിക്കറ്റുമായിട്ട് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി. മറുപടി ബാറ്റിംഗിൽ റഹ്മാനുള്ള ഗുർബാസിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഇബ്രാഹിം സന്ദ്രൻ 12 റൺസുമായിട്ടും ഗുൽബദിൻ നൈബും സദിഖുൽ ആത്തലും ഡെക്കായിട്ടും ഒക്കെ പോയപ്പോഴും അവിടെ നിന്നുകൊണ്ട് പൊളിച്ചടുക്കിയ റഹ്മാനുള്ള ഗുർബാസ് 42 പന്തിൽ 4 4 7 6 അടക്കം 84 റൺസ് അടിച്ചിട്ട് ഒടുവിൽ മഹാരാജിൻ്റെ പന്തിൽ ലിൻഡെ പിടിച്ച് മടങ്ങിയായിരുന്നു. അധികം ഔട്ടായ സമയത്തുള്ള നിരാശയൊന്ന് കാണണമായിരുന്നു. മറുഭാഗത്ത് ഡർവിഷ് റസൂലി റണ്ണൗട്ട് ആവുന്നു, 15 റൺസ്. ആസ്മത്തുള്ള ഒമർസായി 17 പന്തിൽ 22 റൺസ് അടിച്ചപ്പോൾ മുഹമ്മദ് നബി 5, റാഷിദ് ഖാൻ 12 പന്തിൽ 20 റൺസിൻ്റെ സംഭാവന ചെയ്തു. പിന്നെ നൂർ അഹമ്മദ് 15 റൺസ്, 9 പന്തിൽ നിന്ന് അദ്ദേഹം അടിച്ച 15 റൺസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഏതായാലും അങ്ങനെയാണ് കളി സമനിലയിലാവുന്നത്. ഏതായാലും ഞാൻ തുടക്കത്തിൽ റണ്ണൗട്ടായത് മുജീബാണെന്ന് പറഞ്ഞു. മുജീബ് റണ്ണൗട്ടായിരുന്നു, പക്ഷേ അവസാനം റണ്ണൗട്ടായത് ഫസലക് ഫറൂഖി ആയിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുകയാണ്. ഏതായാലും ശ്രദ്ധിക്കുക, ആ ഒരു മിസ്റ്റേക്ക് തുടക്കത്തിൽ പറ്റിയിട്ടുണ്ട്, അതങ്ങ് ഇവിടെ കറക്റ്റ് ചെയ്യുന്നു. എനിവേ 187 ലുങ്കി എങ്കിടി 4 ഓവർ 26 റൺസിന് 3 വിക്കറ്റ് എടുത്തിരുന്നു. പിന്നെയാണ് നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ. ആദ്യ സൂപ്പർ ഓവറിൽ അസ്മത്തുള്ള ഒമർസായി 5 പന്തുകളിൽ നിന്ന് 16 റൺസ് അടിച്ചിരുന്നു, 2 4 1 6 അടക്കം. അങ്ങനെ അവർ 17 റൺസ് ടോട്ടൽ അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ഡേവിഡ് ബ്രവിസ് 6 അടിച്ചു, പക്ഷേ പിന്നാലെ അദ്ദേഹം ഔട്ടായി. സ്റ്റബ്സ് ഞാൻ പറഞ്ഞ പോലെ 3 പന്തിൽ നിന്ന് 10 റൺസുമായിട്ട് കളി സമനിലയാക്കി, 17 റൺസ്. രണ്ടാമത് വീണ്ടും സൂപ്പർ ഓവർ സൗത്ത് ആഫ്രിക്ക 2 പന്തിൽ 7 റൺസുമായിട്ട് സ്റ്റബ്സ് നിൽക്കുമ്പോൾ ഡേവിഡ് മില്ലർ പൊളിച്ചടുക്കി 4 പന്തിൽ 2 6 അടക്കം 16 റൺസ്. അങ്ങനെ 23 റൺസ് അവരടിച്ചു. ഒമർസായിയാണ് ആ ഓവർ എറിഞ്ഞിരുന്നത്. മറുപടി ബാറ്റിങ്ങിൽ നബി എന്തിനാണ് ഇറക്കിയത് എന്നുള്ള സംശയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഗുർബാസിൻ്റെ 3 സിക്സറുകൾ വന്നു. അങ്ങനെ 19 റൺസാണ് ആകെ അടിച്ചത്. സോ ഒടുവിൽ ഈ
ത്രില്ലറുകളുടെ രാജാവായ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക രക്ഷപ്പെട്ടു പോയി. അതേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ട്രോട്ടിൻ്റെ ഒക്കെ ഒരു മുഖം കാണണമായിരുന്നു. വല്ലാത്തൊരവസ്ഥ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.